ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഏപ്രിൽ 2 വ്യാഴം. ഇന്നത്തെ വായനാഭാഗം ഉൽപ്പത്തി 4, 5, 6, 7 അധ്യായങ്ങൾ. ഉൽപ്പത്തി 4 കയീനും ഹാബേലും. ദൈവം ആദാമിനും ഹവ്വയ്ക്കും ദാനം നൽകിയ മക്കൾ. അവർ ദൈവത്തിന് യാഗമർപ്പിക്കുന്നു. ദൈവം ഹാബേലിൻ്റെ യാഗം അംഗീകരിച്ചെങ്കിലും കയീനിൻ്റേത് നിരസിക്കുന്നു. അസൂയ മൂലം കയീൻ ഹാബേലിനെ കൊന്നു. ബൈബിളിലെ ആദ്യ കൊലപാതകം. ദൈവം അവനെ ശിക്ഷിച്ചെങ്കിലും സംരക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ശേത്ത് ജനിച്ചു. അവൻ്റെ കാലത്ത് ആളുകൾ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഈ അധ്യായം ദൈവം നമ്മുടെ ഹൃദയം നോക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. പാപം ഉള്ളിൽ ആരംഭിച്ച് അത് നിയന്ത്രിക്കാത്ത പക്ഷം നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നു. ദൈവം മുന്നറിയിപ്പ് നൽകുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇന്നും ദൈവം നമ്മുടെ ഹൃദയം നോക്കുന്നു. പുറമേ ഉള്ളതിനെ അല്ല, അകമേ ഉള്ളതത്രേ ദൈവത്തിന് പ്രധാനം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. അതിനാൽ അസൂയ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, തെറ്റായ മനോഭാവങ്ങൾ എന്നിവയിൽ നിന്ന് ജാഗ്രത പുലർത്തണം. ഉൽപ്പത്തി 5 ആദാമിൽ നിന്ന് നോഹ വരെ വംശാവലി കാണുന്നു. അവൻ മരിച്ചു എന്നത് ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നത് മരണത്തിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അവൻ മരിച്ചില്ല. അന്ധകാരാവൃതമായ ലോകത്തെ പ്രത്യാശയുടെ പ്രതീകമായി ദൈവം നോഹയെ പരിചയപ്പെടുത്തുന്നു. പാപത്തിൻ്റെ ഫലം മരണമാണെങ്കിലും ഹാനോക്കിനെ പോലെ ദൈവത്തോടെ കൂടെ നടക്കുന്നത് ജീവൻ നൽകുന്നു. ദുഷ്ടലോകത്തും ദൈവം വിശ്വസ്തരെ സംരക്ഷിക്കുന്നു എന്നർത്ഥം. ജീവിതം ചെറുതും അനിശ്ചിതവുമാണ്. അതിനാൽ നിത്യദൃഷ്ടിയോടെ ദൈവത്തോടൊപ്പം നടക്കണം. ദീർഘായുസ്സല്ല പ്രാധാന്യം, വിശ്വസ്തമായ ജീവിതമാണ് പ്രാധാന്യം. എത്രനാൾ ജീവിച്ചു എന്നുള്ളതിൽ ഉപരിയായി എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഉൽപ്പത്തി 6 ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വർദ്ധിക്കുന്നു. ഭൂമി ദൈവത്തിൻ്റെ മുൻപാകെ വഷളായി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ദൈവം ദുഃഖിച്ചു. പ്രളയത്തിലൂടെ ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ നോഹ ദൈവകൃപ പ്രാപിച്ചു. പാപം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു. എന്നാൽ അവൻ ന്യായവാനും കരുണാമയനുമാണ്. അവൻ ശിക്ഷിക്കുന്നതോടൊപ്പം രക്ഷയുടെ വഴിയും ഒരുക്കുന്നു. നോഹയുടെ ജീവിതത്തിൽ അനുസരണയും വിശ്വാസവും രക്ഷയിലേക്ക് നയിക്കുന്നതിനെ കാണുന്നു. പെട്ടകം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. പാപം സാധാരണമാകുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. എങ്കിലും നോഹയെപ്പോലെ നീതിയോടെ വ്യത്യസ്തമായി ജീവിക്കണം. ഒരാളായി നിന്നാലും ദൈവത്തെ അനുസരിക്കണം. ഉൽപ്പത്തി 7 നോഹ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കുടുംബത്തോടും മൃഗങ്ങളോടും കൂടി പെട്ടകത്തിൽ പ്രവേശിക്കുന്നു. 40 രാവും പകലും മഴ പെയ്യുന്നു. വെള്ളം ഭൂമിയെ മുഴുവനും മൂടുന്നു. പെട്ടകത്തിന് പുറത്തുള്ള എല്ലാം നശിക്കുന്നു. എന്നാൽ അതിനകത്തുള്ളവർ രക്ഷപ്പെടുന്നു. പെട്ടകം നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷ ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് എന്നതാണ്. നോഹ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടതുപോലെ നാം ദൈവത്തിൻ്റെ രക്ഷയിൽ പ്രവേശിക്കണം. അതിനായി അവൻ നമുക്ക് ഒരുക്കിയ രക്ഷണീയ പദ്ധതിയാണ് ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ലോകം എത്ര ദുഷ്ടമായാലും ദൈവത്തിൻ്റെ പദ്ധതി നിലനിൽക്കും. അവൻ അവനിൽ വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുന്നു. പാപം വേഗത്തിൽ വ്യാപിച്ചാലും ദൈവകൃപ അതിനേക്കാൾ വലുതാണ്. അവൻ നമ്മെ അവനോടൊപ്പം നടക്കാൻ വിളിക്കുന്നു. ദൈവകൃപ പ്രാപിച്ച് അവിടുത്തെ വഴികളിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.